എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായികധർമ്മൻ. തിരുവനന്തപുരം ബിദിരയിൽ പയ്യാസ് അമ്മയെ കഴുത്ത് പിടിച്ച് തള്ളിയിടുന്നു. അതിനുശേഷം ചെവിട്ടിലടിച്ച് മർദ്ദിക്കുന്നു. ലഹരിയുടെ 3 കേസ് തന്നെ ബിദിര സ്റ്റേഷനിലുണ്ടെന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. അതിനുശേഷം വീടെല്ലാം അടിച്ചു തകർക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ ബിദിര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലെന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകൾ തന്നെ തുടരുന്നു. ലഹരിയുടെ വാർത്തകൾ തന്നെ തുടരുന്നു. നേരം വെളുത്ത അവസാനിക്കുന്നവരെ തുടരുന്നെന്ന് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത്. ഫയാസിനെ ഇപ്പോൾ ബിദിര പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിലേക്ക് പോയി ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. ഇതിനു മുമ്പ് ലഹരി കേസിൽ 3 കേസുകൾ ഫയാസിന്റെ ഇതിലുണ്ടെന്ന് തന്നെ നമുക്ക് ബിദിര സ്റ്റേഷനിൽ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അമ്മയെ അടിക്കുന്നു, അതിനുശേഷം ചെവിട്ടിലടിക്കുന്നു, അതിനുശേഷം അമ്മ കറങ്ങി വീഴുന്നു, അതിനുശേഷം വീടെല്ലാം അടിച്ച് പൊട്ടിക്കുന്നു, നുറുക്കുന്നു, ഓരോ സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നു. നാട്ടുകാർ തന്നെ പോലീസിനെ അറിയിക്കുന്നു, ബിദിര പോലീസിനെ അറിയിക്കുന്നു. അതിനുശേഷം ഇയാളെ ബിദിര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം തൂക്കിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നതെന്ന് പറയാം സാധിക്കുന്നുണ്ട്. അത്തരം നടപടി തന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയാം. അതിനുശേഷമാണ് നമുക്കിപ്പോൾ ധനുച്ചൂർ പ്രദേശത്തും ലഹരി വിൽപ്പന സജീവമായിട്ടാണ് തുടരുന്നത്. ഈ പ്രദേശത്ത് ലഹരി വിൽപ്പനകൾ 50ഓളം 70ഓളം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരും പിടിക്കുന്നില്ലെന്ന് തന്നെ പറയാം. പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്. ഇവരൊക്കെ ഇതിൻ്റെ മാസപ്പടി കിട്ടുന്നുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. ഇവരെ പിടിക്കുന്നില്ല. ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നു, എൻ്റെ ഏരിയയിൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ലഹരിയിലാണ് കൂട്ടക്കൊല നടന്നതെന്ന് നമുക്ക് പറയാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല 5 പേരെ കൊന്ന കേസിൽ പ്രതിയും ലഹരി കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. NDM അല്ലാത്തതും കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളറട കൊലയിലും ഇത് ലഹരി വിൽപ്പന കഴിച്ചത് തന്നെ അവിടെ അച്ഛനെ കൊന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പല സ്ഥലത്തും ഇപ്പോൾ ലഹരിയുടെ വിൽപ്പന സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. സ്കൂൾ, കോളേജ്, IT എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവർ താവളമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും സജീവമാറ്റി തന്നെ ധനുച്ചൂർ പ്രദേശത്ത് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേയൻ.